രാജീവ് ഗാന്ധിയുടെ പുത്രി, സോണിയാഗാന്ധിയുടെ പുത്രി, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ജിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഇവിടെ ജനവിധി തേടുമ്പോൾ നിങ്ങൾ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരോടും വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്കാജിയെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and thank you for giving me this welcome filled with love and affection. ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഇത്രയും സ്നേഹവും ഇഷ്ടവും നിറഞ്ഞ ഒരു സ്വാഗതം നിങ്ങൾ എനിക്ക് നൽകിയതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I know you have a very special relationship with my brother. എനിക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ സഹോദരനോട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. He has been your MP for 5 years. 5 വർഷം അദ്ദേഹം നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു, നിങ്ങളുടെ MP ആയിരുന്നു. But more than that, he has been your son, your brother. പക്ഷെ അതിലുപരിയായി ഒരു MP എന്നതിലുപരി അദ്ദേഹം നിങ്ങളുടെ മകനായിരുന്നു, നിങ്ങളുടെ സഹോദരനായിരുന്നു. And I know that in his heart he feels for you the same way that you feel for him. എനിക്കറിയാം, നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം അദ്ദേഹത്തോട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ അതുപോലെയുള്ള സ്നേഹം അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളോട് ഉണ്ടെന്ന് എനിക്കറിയാം. He truly loves you from his heart. അദ്ദേഹത്തിന്റെ, എന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. In many ways he was very alone in his journey, in his fight against the policies of the ideology. ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ, ബിജെപിയുടെ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പല തരത്തിലും എന്റെ സഹോദരൻ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. He was standing for the truth. He was standing for all the values that our country was built on. അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഏതൊക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയത്, ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. He was fighting alone, no matter what they said about him, no matter how many lies they spread about him, no matter how much they tried to hurt and harm him. അദ്ദേഹത്തെ പറ്റി എത്രയധികം നുണപ്രചരണങ്ങൾ അവർ നടത്തിയപ്പോഴും, അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ അവർ പറഞ്ഞപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന്, അദ്ദേഹത്തെ എത്രമാത്രം വേദനിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് ചെയ്തത്. They launched such a massive campaign to tarnish his reputation and told so many lies about him that many people believed them and many people turned their backs on him. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ സത്കീർത്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ വലിയൊരു പ്രചരണ പദ്ധതി തന്നെ നടപ്പിലാക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അവർ പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചു. And at the time that was most difficult for him, when his struggle was at its hardest, it was you, my sisters and brothers of Wayanad, who stood by him, who gave him love, who recognized that he was fighting for you, fighting for the right things, and who gave him the strength and courage to carry on. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടിയിരുന്ന സമയത്ത്, എന്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, നിങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്, നിങ്ങളാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്, അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുകയാണെന്ന് തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്. My family and I will always be grateful to you for this. ഇതിനു വേണ്ടി ഞാനും എന്റെ കുടുംബവും എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. We can never repay to you the love and affection you have given us and everything that you have given us. നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹം, ഇഷ്ടം, അത് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതിനപ്പുറമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. You belong to a beautiful land. നിങ്ങൾ ഇവിടെ മനോഹരമായ ഒരു നാടാണ് നിങ്ങളുടേത്. It is so blessed with natural beauty. നിങ്ങൾ അത്രമാത്രം പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് നിങ്ങളുടേത്. It has so much potential. ഇവിടെ ഒരുപാട് സാധ്യതകളും കഴിവുമുള്ള ഒരു നാടാണ് നിങ്ങളുടേത്. The crops you grow here, the
the coffee, the pepper, the tea, the banana crops. അതല്ല, നിങ്ങൾ ഇവിടെ നടത്തുന്ന കാപ്പി കൃഷി, നിങ്ങൾ ഇവിടെ വാഴ കൃഷി നടത്തുന്നു, അതുപോലെ കുരുമുളക് കൃഷി നടത്തുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. The young people, their courage, their strength, the fact that they are educated, their perseverance. അത് മാത്രമല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാരെ അവര് ധൈര്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്, അവര് വിദ്യാസമ്പന്നരാണ്. അത് മാത്രമല്ല, സ്ഥിരോത്സാഹം ചെയ്യുന്ന ചെറുപ്പക്കാര് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. And more than anything else, you stand as a shining example in India of unity. അത് മാത്രമല്ല, എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു തിളങ്ങുന്ന ഉദാഹരണമായിട്ടാണ് വയനാടും വയനാട്ടിലെ ജനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത്. You have beautiful temples, churches, mosques. നിങ്ങൾക്ക് people of all religions living happily together, understanding that unless there is unity amongst you, there cannot be progress. നിങ്ങൾക്ക് മനോഹരങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഇവിടെ സ്നേഹത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പുരോഗതി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. And especially today, when there is so much fear being spread amongst communities, so much anger being spread, so much divisiveness being sowed between brother and brother, sister and sister, only to gain from it politically, only to remain in power. You stand as an example of what this nation truly stands for. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ രാജ്യത്തെ സഹോദരി സഹോദരന്മാർക്കിടയിൽ, സഹോദരനും സഹോദരിക്കുമിടയിൽ ഭയവും ദേഷ്യവും വിദ്വേഷവും ഒക്കെ വളരുന്ന ഒരു കാലത്ത് ഈ രാജ്യം എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത്, ഈ രാജ്യത്തിന് ഐക്യത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അതിന്റെ ഉദാഹരണമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി മുഴുവൻ നിലനിൽക്കുന്നത്, രാജ്യത്ത് നിലനിൽക്കുന്നത്. So it is the greatest honor for me today to be standing here as the UDF candidate in this election and to be hoping to represent a great people like you in the Parliament of India. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതും നിങ്ങളെ പോലെ മഹത്തായ ഒരു ജനതയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. Now, as I have been traveling around Wayanad, as I said, I have seen what immense potential you have. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വയനാട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം സാധ്യതകളും കഴിവുമാണ് വയനാട്ടിലുള്ളതെന്ന്. But slowly as I am meeting people and understanding their lives, I am also seeing what great problems you have and how many battles, daily battles you fight. പതുക്കെ അത് മാത്രമല്ല, ആളുകളെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എത്രമാത്രം പോരാടിയാണ് നിങ്ങൾ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. Rising prices, rising unemployment, policies of the government that are not made to benefit you, all these are slowing your growth. നിങ്ങൾക്കറിയാം, വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയില്ലാത്ത ഗവൺമെന്റിന്റെ നയങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. You are working hard day and night, whether you work in the farms or you have a job or whether somebody has gone abroad to work. You work hard day and night, but you still cannot make ends meet. Still it is difficult. Prices are so high. And it's difficult when you educate your children and you do everything possible to give them the best education, and yet they can see no future. No jobs are available to them. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ചിലർ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു, ചിലർ മറ്റു ജോലി ചെയ്യുന്നു, ചിലർ വിദേശത്ത് പോയി പണിയെടുക്കുന്നു. പക്ഷെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ല. Here in this very area, you grow banana, and you know that the price of your crops keeps falling, and that deeply affects your produce and your farming. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ വാഴ കൃഷി നടത്തുന്നു, പക്ഷെ നിങ്ങളുടെ വിളയുടെ വില എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. There is a scarcity of water. അതുപോലെ അതുപോലെ ജലക്ഷാമം, വെള്ളത്തിന്റെ ക്ഷാമം നിങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. And if you had a good irrigation infrastructure, how much better you could do.
നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, വെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. Farmers are having to take loans. കർഷകർക്ക് പലപ്പോഴും വായ്പ എടുക്കേണ്ടി വരുന്നു. But unfortunately the policies of the government waive loans for big business people. 16 lakh crores of rupees have been waived for them. But when it comes to farmers, neither do you get compensation when the rain destroys your crop, or if your crops are destroyed due to man-animal conflict, nor are your loans waived. നിങ്ങൾ പലപ്പോഴും വായ്പ എടുക്കേണ്ടി വരുന്നു. പക്ഷേ ഈ രാജ്യത്തെ നയങ്ങൾ എങ്ങനെയാണ്? അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ, വ്യവസായികളുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടമാണ് എഴുതി തള്ളിയത്. പക്ഷേ മഴ കൊണ്ടോ വന്യജീവി സംഘർഷം കൊണ്ടോ വന്യജീവികൾ നിങ്ങളുടെ വിളകൾ നശിപ്പിക്കുമ്പോഴോ നിങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഈ രാജ്യത്തെ കർഷകർക്ക് നൽകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. Almost 2,000 farmers here itself have got bank notices because they are unable to pay back the loans that they have taken. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ഈ സ്ഥലത്ത് തന്നെ ഏകദേശം 2000-ഓളം കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. The man-animal conflict is a huge problem for you. I know I have just met, in the last place I just met a lady whose husband had been killed by an elephant. നിങ്ങൾക്കറിയാം, മനുഷ്യ വന്യജീവി സംഘർഷം നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് കാട്ടാനയിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. And I believe that in the last year 60 cattle in this area itself have been killed by animals. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 60ഓളം കന്നുകാലികളെ ഈ പ്രദേശത്ത് തന്നെ വന്യമൃഗങ്ങൾ വന്ന് കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. So we need to find solutions that protect the jungles, protect the animals, but protect you first and foremost. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. പക്ഷെ അതിലെല്ലാം ഉപരിയായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള പരിഹാരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. And protect your lands. അത് മാത്രമല്ല, നിങ്ങളുടെ ഭൂമിയെയും സംരക്ഷിക്കണം. We have to work together to find these solutions. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. You should not be dealing with a government that does not work together with you, does not cooperate, does not consult you. Today there is a buffer zone that has been declared. Numerous settlements have gone into those buffer zones, but nobody has even consulted people who are living in those settlements. Suddenly from one day to another, all the rules have changed for them, and they have to adjust and adapt to being part of the buffer zone. നിങ്ങളോട് ചർച്ച ചെയ്യാത്ത, നിങ്ങളോട് സഹകരിക്കാത്ത ഒരു ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടാകരുത്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന്, പെട്ടെന്ന് ഇവിടെ ബഫർ സോണുകൾ പ്രഖ്യാപിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ ഗ്രാമത്തിൽ അതിൽ വരികയാണ്, പുതിയ നിയമങ്ങൾ ഉണ്ടാവുകയാണ്. ഇതൊന്നും നിങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. And everywhere I go, everywhere the demand for the medical college comes up. അത് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള ആവശ്യമാണ് നിങ്ങളിൽ നിന്ന് മുൻപായി വരുന്നത്. Now Rahul ji fought hard for this medical college. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി രാഹുൽ ജി വളരെ ശക്തമായിട്ട് പോരാടുകയുണ്ടായി. And finally the government said, okay, we will convert the hospital into a medical college. They put up a board. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ ഒരു മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാം. എന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജ് എന്ന് ഒരു ബോർഡ് വെച്ചു. But they still have not given you any facilities of a medical college. പക്ഷെ മെഡിക്കൽ കോളേജിൽ ഒരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും നിങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടില്ല. And so that is a fight that has to continue, and I will continue that fight for you. നിങ്ങളുടെ മെഡിക്കൽ കോളേജിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് തുടരേണ്ട പോരാട്ടമാണ്. ആ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടരുമെന്ന് നിങ്ങളോട് പറയുന്നു. And related to that is also the night ban. അതിനോട് ബന്ധപ്പെട്ടതുള്ളതാണ് രാത്രികാല യാത്രാ നിരോധനം. Because you cannot continue in this situation where somebody in the family falls sick. You neither have the facilities in your area nor can you reach another area. കാരണം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തുടരാൻ പറ്റുക? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടായി, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ നാട്ടിൽ ലഭ്യവുമല്ല. It is a tragedy that in this day and age people die because they cannot reach a medical facility. ശരിക്കും ഇന്നത്തെ കാലത്ത് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്താൻ കഴിയാതെ ആളുകൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു വലിയ ദുരന്തമാണ്.
So these are the fights which we have to continue to fight together. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ട പോരാട്ടങ്ങളാണ് ഈ പറഞ്ഞ പോരാട്ടങ്ങൾ എന്നത്. And I want to raise your voice in parliament on every other platform for these fights. ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല സാധ്യമായ എല്ലാ വേദികളിലും ഉയർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. But at the same time we also have to have a vision of our own for the future of Wayanad. അത് മാത്രമല്ല അതേ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും വയനാടിന്റെ ഭാവിയെ പറ്റി ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ഉണ്ടാവേണ്ടതുണ്ട്. Food processing can be a big thing. ഇവിടെ ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുന്നത് വയനാട്ടിൽ ഒരു വലിയ കാര്യമാകാം. Strengthening the agricultural sector, having good food processing units, marketing your crops properly so that all these beautiful things you are growing can reach every end of the world and you can fully benefit from them. നിങ്ങളുടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇവിടെ കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുമൂലം വയനാട്ടിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം. The dairy sector can be strengthened. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീര മേഖല അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. Dairy workers can be included in Manrega. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീര കർഷകരെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. The tourism sector can gain so much strength here. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് ഒരുപാട് ശക്തിപ്പെടുത്താൻ സാധിക്കും. If we improve the infrastructure, we improve the publicity to Wayanad, we show the world what a beautiful place it is. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ, വയനാടിന് കൂടുതൽ പ്രചാരം കൊടുത്താൽ, ലോകത്തിന് വയനാട് എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ സാധിക്കും. And explore the possibilities for eco-tourism, spiritual tourism. ഇവിടെ ആത്മീയമായ വിനോദസഞ്ചാരത്തിന്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിനെല്ലാമുള്ള സാധ്യതകൾ നമുക്ക് കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. Ayurveda and so many other things that are available here. ഇവിടെ ആയുർവേദയും അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് അന്വേഷിക്കണം, അത് കൂടുതൽ അതിൽ പ്രവർത്തിക്കണം. The tribal community of Wayanad is its soul, its strength. വയനാടിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, വയനാടിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. But access to healthcare, access to education is worst in the tribal areas. പക്ഷേ നമുക്കറിയാം ആദിവാസി മേഖലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുപോലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് എല്ലാം ഉള്ള പ്രവേശനം ഏറ്റവും പരിമിതമായിട്ടുള്ളത്, കുറവായിട്ടുള്ളത് ആദിവാസി മേഖലകളിലാണ്. They are still struggling for the basic issues: drinking water, access to any healthcare facility, access to good schools. ആരോഗ്യ സംവിധാനം, കുടിവെള്ളം, അതുപോലെ നല്ല സ്കൂളുകൾ, ഇങ്ങനെ പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ഇവിടുത്തെ ആദിവാസി ജനത ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. My brother worked for the upgradation of the PHCs. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പരിശ്രമിക്കുകയുണ്ടായി. And made mobile vans available in those areas. ആ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം മൊബൈൽ വാനുകൾ ആരംഭിച്ചു. But there's so much more that we still have to do. പക്ഷേ ഇനിയും നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. And I would like to continue his work. അദ്ദേഹം എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തികൾ എനിക്ക് തുടരണം. ഞാനത് തുടരാൻ ആഗ്രഹിക്കുകയാണ്. So these are the many problems that you face. ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും. And yet if anybody has the potential, the strength and the courage and resilience to face these problems, overcome them and create a new future for themselves, it is you. ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിലും ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തും ധൈര്യവും, മുൻപുള്ള പോലെയുള്ള പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവിടാനുള്ള ധൈര്യവും, ഇതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ഒക്കെ ആർക്കുണ്ടെങ്കിൽ അത് ഇവിടെയുള്ളവർക്കാണ്, വയനാട്ടിലെ നിങ്ങളായ ജനങ്ങൾക്കാണുള്ളത്. When Rahul and I visited the landslide areas a few months back, where there was that massive devastation, അവിടെ വലിയ നാശം നടന്ന, ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടന്ന പ്രദേശങ്ങൾ രാഹുലും ഞാനും സന്ദർശിച്ചപ്പോൾ we saw terrible pain and hardship. വളരെയധികം അതിദാരുണമായ വേദന, മുറിവുകൾ ഞങ്ങൾ ഇവിടെ കണ്ടു. And both him and I are not new to seeing these kind of things. We have traveled across the country, seen people in terrible pain, seen natural disasters, all sorts of things. ഞാനും എന്റെ സഹോദരനും ഇങ്ങനത്തെ വേദനയൊന്നും ആദ്യമായിട്ടല്ല കാണുന്നത്.
ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. But I remember that day when we went back home, we were both very quiet. അന്ന് ഞാൻ ഓർക്കുകയാണ്, അന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വീട്ടിൽ പോയ ദിവസം ഞങ്ങൾ രണ്ടുപേരും നിശബ്ദമായിട്ട് ശാന്തമായിട്ടിരിക്കുകയായിരുന്നു. What we saw was horrible. കാരണം ഞങ്ങൾ കണ്ടത് അതിദാരുണമായ കാര്യങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടത്. I will never forget one little boy who lost his entire family. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട ഒരു കൊച്ചു ആൺകുട്ടിയെ, ആ കുട്ടിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. And he was crying, almost fainting, telling us that he tried to hold on to his mother for hours, but she got swept away. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഏകദേശം ബോധം കെട്ട് വീണ് ആ കുഞ്ഞ് പറയായിരുന്നു, അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അമ്മ ഇങ്ങനെ മണിക്കൂറുകൾ ചേർത്ത് പിടിച്ച് നിൽക്കായിരുന്നു, പക്ഷെ ആ അമ്മ ഒഴുകിപ്പോയ കാര്യം ആ കുഞ്ഞ് പറയായിരുന്നു. I met a girl the age of my daughter whose entire family had been washed away. എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. No one was left. ആ കുഞ്ഞിന് ആരും ഉണ്ടായിരുന്നില്ല, കുടുംബത്തിലെ ആരും അവശേഷിച്ചില്ല. I met an old grandmother who was all alone, nobody to look after her. ഒരു പ്രായമായ മുത്തശ്ശിയെ ഞാൻ കണ്ടു, ഒറ്റയ്ക്കായി പോയി, നോക്കാൻ ആരും ഇല്ലാത്തൊരു മുത്തശ്ശിയെ ഞാൻ അവിടെ കണ്ടു. A little 13-year-old boy who lost all his friends. ഒരു 13 വയസ്സുള്ള ആൺകുട്ടി, എല്ലാ കൂട്ടുകാരെയും നഷ്ടപ്പെട്ട ഒരു 13 വയസ്സുള്ള ആൺകുട്ടി. He was crying, saying, I have no friends left. എനിക്ക് ഒരു കൂട്ടുകാരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയായിരുന്നു. And yet what struck both Rahul and me was the way in which you came together to help each other. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്നെ മനസ്സിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് വന്ന് പരസ്പരം സഹായിച്ചു എന്ന കാര്യമാണ് ഞങ്ങളെ സ്പർശിച്ചത്. Even these little children, the old grandmothers, the people who had lost everything were dignified. അത് മാത്രമല്ല, ഈ കൊച്ചു കുട്ടികള്, ഈ മുത്തശ്ശിമാര്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഈ മനുഷ്യര് എത്ര അന്തസ്സോടുകൂടിയാണ് ആ സാഹചര്യത്തെ നേരിട്ടത്. They were strong. അവര് ധൈര്യത്തോടെയായിരുന്നു ഇരുന്നത്. And they were held close by your community. നിങ്ങളെന്ന് പറയുന്ന ഈ സമുദായം, ഈ വയനാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ഈ സമൂഹം അവരെ ചേർത്ത് പിടിച്ചു. Nobody was asking, are you Christian? Are you Muslim? Are you Hindu? Nobody was asking. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, നിങ്ങൾ ഹിന്ദു ആണോ, നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ആരും ചോദിച്ചില്ല. Everybody, every housewife, every doctor, every teacher, every single person in that community was doing whatever they could to help. എല്ലാവരും, ഒരു ഡോക്ടർ ആവട്ടെ, ടീച്ചർ ആകട്ടെ, ഒരു വീട്ടമ്മയാകട്ടെ, ഈ സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യുകയായിരുന്നു. And I thought to myself, what a shining example of what a people, what a community can do if they stand together with each other. ഞാൻ ശരിക്കും എന്നോട് ആലോചിക്കുകയായിരുന്നു, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പരസ്പരം സ്നേഹത്തോടുകൂടി പരസ്പരം എല്ലാവർക്കും വേണ്ടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇതിലും നല്ല തിളക്കമുള്ള മറ്റൊരു ഉദാഹരണം ഏതാണ് കാണാൻ സാധിക്കുക എന്ന് ഞാൻ സ്വയം ആലോചിക്കുകയായിരുന്നു. So you have that spirit inside you that every Indian is proud of. നിങ്ങളുടെ ഉള്ളിൽ ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും നിങ്ങളെ കുറിച്ച് അഭിമാനിക്കാവുന്ന ഒരു ചൈതന്യം വയനാട്ടുകാരായ നിങ്ങളുടെ ഉള്ളിലുണ്ട്. And I am proud, I am honored, and I am grateful that I have got this opportunity to stand for election from here. ഇവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് എനിക്കുള്ള ആദരവാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. I am proud to be a part of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ എനിക്ക് അഭിമാനമുണ്ട്. Grateful for the honesty and the love with which you are receiving me and welcoming me everywhere. നിങ്ങൾ ഏത് സത്യസന്ധതയോടുകൂടി, ഏത് സ്നേഹത്തോടുകൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്, അതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ള ആളാണ്. And I want to tell you from my heart to yours, I will not let you down. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. You will not feel my brother's absence. നിങ്ങൾക്ക് എൻ്റെ സഹോദരന്റെ അസാന്നിധ്യം ഒരിക്കലും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. And I will come to as many of your houses as possible. I will reach out to as many of you as possible, and I will understand your problems. I will stand side by side with you,
in your sadness, in your happiness, in your struggles, I will fight for you. ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ വീടുകളിൽ വരും. നിങ്ങളോട് വന്ന് എനിക്ക് സംസാരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ സുഖത്തിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങളോട് ഒരുമിച്ച് എനിക്ക് നിൽക്കണം. Thank you very much for listening to me today and for being here. ഇവിടെ വന്നതിനും എന്നെ കേട്ടതിനും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. I'll come back soon and see you again. ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ വീണ്ടും കാണാം. നന്ദി.